എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലൊരു ക്യാരക്ടർ റോള് കിട്ടാൻ. അതുകൊണ്ടാണ് ഞാനിന്ന് മാറി നിന്നത്. ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഈ ക്രൗഡ് വർക്കിന് പോവാതെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ റോള് പിടിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ മാറി നിന്ന സമയത്തേക്കും ഒരു ഷൈജു എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ എന്നെ ഒരു ദിവസം രാത്രി 10 മണിക്ക് ശേഷമാണ് എനിക്ക് വാട്സപ്പ് ചെയ്തു. അമൃതയല്ലേ, എൻ്റെ പേര് ഷൈജു എന്നാണ്, ഞാൻ പ്രൊഡ്യൂസറാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ പറഞ്ഞോളൂ എന്താണ്. അപ്പം പറഞ്ഞു എനിക്ക് അമൃതയോട് സംസാരിക്കണം, അമൃതയ്ക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ അങ്ങനെ രാത്രി 10 മണിക്ക് ശേഷം എനിക്ക് കോൾ അലൗഡ് അല്ല എൻ്റെ വീട്ടിൽ, എൻ്റെ അമ്മ വഴക്ക് പറയും. അതുകൊണ്ട് സാർ എന്നെ പറയുകയാണെങ്കിൽ വോയിസ് ഇട്ടോ, ടെക്സ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വോയിസ് ഇട്ടോ, ഞാനത് ഇയർഫോൺ വെച്ച് ഞാൻ കേട്ടിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തോളാം റിപ്ലൈ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു വർക്കിൻ്റെ കാര്യമല്ലേ, പിന്നെ അത് ഇപ്പം അമ്മയോട് പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു എന്ത് വർക്കിൻ്റെ കാര്യമായാലും എന്ത് സിനിമാക്കാരെയായാലും 10 മണിക്ക് ശേഷം അലൗഡ് അല്ല, നമുക്ക് രാവിലെ സംസാരിക്കാം അങ്ങനെയാണെങ്കിലെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് ക്യാൻസൽ ചെയ്യാം, നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, വാട്സപ്പ് ക്ലോസ് ചെയ്തു. ഞാൻ ഓക്കെ പറഞ്ഞു, ഞാനും ക്ലോസ് ചെയ്തു. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു അമൃത ഒരു ക്യാരക്ടർ റോളുണ്ട്, അത്യാവശ്യം നല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രെയിമിൽ കിട്ടുന്നതാണ്, 8 ദിവസത്തെ വർക്കാണ്, പിന്നെ അപർണ ബാലമുരളി, കുഞ്ചാക്ക ബോബൻ, ടൊവിനോ, നിവിൻ പോളി ഒക്കെ ഉള്ളതാണ്. വേറെ നടിമാരുടെ പേരും പറഞ്ഞു. അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ടായിട്ടാണ് അമൃതയ്ക്ക് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്, അമൃതയുടെ ഒരു ഫേസ് വെച്ചിട്ട് ആ ക്യാരക്ടറിന് ഒതുങ്ങുന്നതാണെന്ന് പറഞ്ഞു. ഓക്കെ സാർ, ഞാൻ റെഡിയാണ്. എനിക്ക് കാരണം നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു ക്യാരക്ടർ റോള് കിട്ടുക എന്നുള്ളത്. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു സാർ ഞാൻ വരാം. അപ്പം പറഞ്ഞു അമൃതയ്ക്ക് പറഞ്ഞിരിക്കുന്ന തുക 2,40,000 ആണ്. 50,000 രൂപ എഗ്രിമെൻ്റ് എഴുതുമ്പം ഞങ്ങൾ കയ്യിൽ തരും. അപ്പോൾ എഗ്രിമെൻ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ, നമുക്ക് തീരുമാനിക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല സാർ തീരുമാനിച്ചു എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അമൃത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമൃതയ്ക്ക് അറിയാലോ ഫിലിം ഫീൽഡല്ലേ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അമൃത തയ്യാറാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്? അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അമൃതയ്ക്ക് അറിഞ്ഞൂടെ ഫിലിം ഫീൽഡല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഫിലിം ഫീൽഡിൽ എന്താ പ്രശ്നം, എന്താ ഫിലിം ഫീൽഡ് എന്താ കുഴപ്പം? അപ്പം പറഞ്ഞു എടാ അത് എങ്ങാനും പുള്ളിക്കാരൻ പ്രൊഡ്യൂസറാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഡയറക്ടർ സൈഡിൽ നിന്ന് എങ്ങാനും ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിൽ കിടക്ക പങ്കിടാനോ കൂടെ കിടക്കാനോ ആവശ്യപ്പെട്ട് ആണെങ്കിൽ അമൃത തയ്യാറാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഫിലിമിലേക്ക് വന്നത്, എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്, എനിക്ക് ഈ വക കാര്യങ്ങളിലേക്ക് ഞാൻ ഇല്ല എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല അമൃത, വേറെ ആൾക്കാരുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് ആ ഉള്ളിൽ തോന്നിയ സംഭവം ഞാൻ പുള്ളിക്കാരോട് ഓപ്പണായിട്ട് ഞാൻ ചോദിക്കുകയാണ് ചെയ്തു. സാർ എന്തുകൊണ്ട് ഈ പെമ്പിള്ളേരോട് നിങ്ങളിത് ചോദിക്കുന്നത്, ആൺപിള്ളേരോട് നിങ്ങൾ ചോദിക്കുന്നില്ല അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ നിങ്ങൾ ആൺപിള്ളേരോട് ചോദിക്കുന്നത്, പെമ്പിള്ളേരോട് മാത്രം എന്തെങ്കിലും നിങ്ങളിങ്ങനെ ഒരു അനീതി കാണിക്കുന്നത്, അത് തെറ്റല്ലേ ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എടാ അത് ഫിലിം ഫീൽഡാണ്, നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ, നമ്മൾ ഇത്രയും തുക ഒരാൾക്ക് കൊടുക്കുന്നതല്ലേ, അപ്പോൾ നിങ്ങൾ ഫേമസ് ആക്കുകയാണ്, നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റാണ്, നിങ്ങൾ ഫേമസ് ആക്കി നിങ്ങൾ മറ്റൊരു മൂവിയിലേക്ക് കൊണ്ടുപോകും, വേറെ ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് ഇത്രയും തുകയൊക്കെ തരുന്നത് അതിനല്ലേ, അപ്പോൾ നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ നിങ്ങൾ ഇത്രയും നിങ്ങൾ തുക കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് തുക തരണ്ട, ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഭിനയിച്ച് തരാം, പിന്നെ ക്ലോസ് ഫ്രണ്ടായി ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഭിനയിച്ച് തരാം, നിങ്ങൾ തുക തരണ്ട, ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുന്നില്ല ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എടാ അത് അങ്ങനെയല്ല, അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായ വേറെ പെൺപിള്ളേരുണ്ട്, ആ പെൺപിള്ളേർക്ക് പക്ഷെ അഭിനയിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ എന്തായാലും ഞാൻ അതിനില്ല, നിങ്ങൾ ആ പെൺപിള്ളേരെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്തോന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു വേറെ റോള് വരുന്നുണ്ട്, ക്യാരക്ടർ റോൾ തന്നെയാണ്, ഇച്ചിരി ഡയലോഗും ചെറിയ ചെറിയ സീനുകളുണ്ട്, 2,000-3,000 ഒക്കെ വരുന്നതാണ് പെർ ഡെയിലി, അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ റോൾ ഉണ്ടെങ്കിൽ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വെച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും മാന്യമായ രീതി നമ്മളോട് ഇത്രയും പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ ഡീസൻ്റായിട്ട് നമ്മളോട് ഇങ്ങനത്തെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യം ചോദിക്കും, നമ്മൾ ഡീസൻ്റായിട്ട് അതിന് മറുപടി പറയാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് ഈ പൊതുയിടത്ത് നമ്മൾ എന്തെങ്കിലും നമുക്ക് മെച്ചമായ രീതിയിൽ നമ്മളോട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കർണക്കുറ്റം നോക്കി ഒന്ന് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമ്മൾ പ്രതികരിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ ന്യൂ ജനറേഷൻ പെൺപിള്ളേരൊക്കെ അങ്ങനെയാണ് വളർന്നു വരുന്നതും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരാളെ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവുമോ എന്ന് ഡീസൻ്റായിട്ട് ചോദിച്ച് നമ്മൾ ഡീസൻ്റായിട്ട് മറുപടി പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഭയങ്കര വിഷമമുള്ളൊരു അവസ്ഥയാണത്.